ശബരിമല തീർത്ഥാടനത്തിൽ മുൻകാലങ്ങളിൽ ഇത്തവണത്തേതിനേക്കാൾ വലിയ തിരക്കും സൗകര്യങ്ങളുടെ അഭാവവും ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് UDF പത്രമായ മലയാള മനോരമയുടെ പഴയ വാർത്തകൾ. ദേവസ്വം വകുപ്പും സർക്കാർ സംവിധാനങ്ങളാകെയും കുത്തഴിഞ്ഞ UDF ഭരണകാലത്ത് ഭക്തർ കുഴഞ്ഞു വീണതും തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേറ്റതും അസൗകര്യങ്ങൾ നേരിട്ടതും മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും VS ശിവകുമാർ ദേവസ്വം മന്ത്രിയുമായിരുന്ന 2015 ശബരിമലയിൽ തീർത്ഥാടകർ ഏറ്റവും ദുരിതം നേരിട്ടത്. അസൗകര്യങ്ങളിൽ വലഞ്ഞ് നിലയ്ക്കലെത്തുന്ന തീർത്ഥാടകർ എന്നാണ് 2015 ഡിസംബർ 24 മനോരമ ന്യൂസ് നൽകിയ വാർത്ത. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ച വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നാൽ UDF കാലത്തെ മണ്ഡലകാലത്തെ ദുരിതം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ വാർത്ത വെബ്സൈറ്റിൽ നിന്നും മനോരമ പിൻവലിച്ചു. അതേ കൊല്ലം ഡിസംബർ 22 തിക്കിലും തിരക്കിലും പെട്ട് 30ഓളം തീർത്ഥാടകർക്ക് പരിക്കേറ്റതും കുഴഞ്ഞു വീണതും മനോരമയ്ക്ക് പുറമെ മാതൃഭൂമിയും വാർത്ത നൽകിയിരുന്നു. ഇതേ മാതൃഭൂമിയാണ് അത്രയൊന്നും സംഭവിക്കാത്ത ഈ മണ്ഡലകാലത്ത് ദുരിതം കാണുന്നില്ലേ എന്ന് ചോദിച്ച് നുണകൾ നിറച്ച് വാർത്ത എഴുതിയതും പതിവുകൾ തെറ്റിച്ച് 1-ാം പേജിൽ മാനേജിംഗ് എഡിറ്ററുടെ മുഖപ്രസംഗം നൽകിയതും. അയ്യപ്പനെ കാണാൻ പരമ്പരാഗത കാനനപാതകൾ ഉപയോഗിക്കുന്ന ഭക്തരെ സർക്കാരും ദേവസ്വവും അവഗണിക്കുന്നതായി പരാതിയെന്ന് 2014 വാർത്ത നൽകിയത് BJP കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഫീസ് കുത്തനെ കൂട്ടിയതിനെ തുടർന്ന് ശബരിമലയിലെ അന്നദാനം നിർത്തേണ്ടി വന്നതും അന്ന് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ആ കാലമെല്ലാം മാറിയെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ UDFും BJPയും ഒരുപറ്റം മാധ്യമങ്ങളും നുണക്കഥകളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്.